guys, welcome again to my YouTube channel. വീണ്ടും ഞാൻ guys. Whatever you do, don't lose the Lord. Lose everything, lose everyone, but don't lose the Lord. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് നമുക്ക് ഉമ്മ ദുബായിൽ നിന്ന് വന്നപ്പോൾ എന്ത് കൊടുത്തെന്ന് എനിക്കെന്ന് ഞാൻ കാണിച്ചു വെച്ചത്. ദുബായിൽ നിന്ന് വന്ന് എന്നിട്ട് ഉമ്മ ഇങ്ങോട്ട് വന്ന് മഹാരാഷ്ട്രയ്ക്ക് വന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയാറില്ലേ എന്താണ് കല്യാണം കഴിഞ്ഞാൽ ഫ്രം 1163 കിലോമീറ്റർ ടു ഹിയർ ഫോർ മീ ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ടിടാറില്ലേ. അപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഒരത്ര ദൂരത്ത് നിന്നെ കാണാൻ വന്നുകൊണ്ട് ഉമ്മ സർപ്രൈസ് ആയിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് എൻ്റെ ലവ്ലി ഉപ്പ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മ സർപ്രൈസ് ചെയ്യും. നമ്മളൊക്കെ സർപ്രൈസ് വിചാരിക്കും, നമ്മളൊക്കെ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കണമായിരിക്കും. അപ്പോൾ ഉപ്പ എന്താക്കും, ഉപ്പാനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നമുക്ക് മോളെ കാണാൻ പോകണം സർപ്രൈസ് ആയിട്ട് തന്നെ. അപ്പോൾ എന്തൊക്കെ വിളിച്ചിട്ട് പറയും, അതെ ഒരു കാര്യം പറയാം, സർപ്രൈസാണ്, ഉമ്മയോട് പറയരുത്, ഞങ്ങൾ സർപ്രൈസായിട്ട് എന്നെ കാണാൻ വരുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഉപ്പ അങ്ങനെ കേട്ടോ. അപ്പോൾ ഉപ്പ എന്നോട് മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് വരുന്നുണ്ട് എന്ന്. അപ്പോൾ എനിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞ് നോക്കി ഉപ്പ സർപ്രൈസാണ്, നിങ്ങൾ ഉമ്മാണ് പറയണ്ട, നിങ്ങൾ ഇന്നോട് പറഞ്ഞു അത് പറയണ്ട തന്നെ. അപ്പോൾ ഉപ്പ പറഞ്ഞ് ഓക്കെ ഫൈൻ. പിന്നെ ലാസ്റ്റ് ടിക്കറ്റ് ഇട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐ നോ ദേ ആർ കമ്മിങ്. സോ ഒരു വന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി പിക്ക് ചെയ്ത് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. സോ ഉമ്മ വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു, അരി വരെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഉമ്മ വന്ന് കൊടുന്നതിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ കാണിച്ചു തരാം, ദുബായ് സ്വീറ്റ്സൊക്കെ കാണിച്ചു തരാം. കുറേ സ്വീറ്റ്സ് കഴിഞ്ഞിട്ടോ, ഞാൻ എന്തെടുക്കുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. കുറേ സ്വീറ്റ്സ് ഞാൻ എല്ലാവർക്കും കൊടുത്തതിന്. കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് ബാക്കി, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് എ ബ്രേക്ക് ബോക്സ്. ബ്രേക്ക് മാത്രമല്ല കേട്ടോ ഇതിലുള്ളത്, ഫിക്സ് ബ്രേക്ക് ഈസ് അവർ ഫേവറേറ്റ്. ആൻഡ് ദുബായ് കിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ കിക്കറ്റ് നല്ലതാണ്, പക്ഷെ ദുബായ് കിക്കറ്റ് ഈസ് ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. ഉമ്മ പറഞ്ഞ് ഇവിടുത്തെ മീൻസ് ഇവിടുത്തെ മിഠായി അവിടുത്തെ മിഠായി അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഫുഡും അതേപോലെ തന്നെ, ബട്ട് ചിലത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് ഫേമസ് കുനാഫ ചോക്ലേറ്റ്. ഇതിൻ്റെ ചെറിയ പാക്ക് ഉണ്ടായിരുന്നു, ഒരു ഗ്രീൻ കളറിൽ. അടിപൊളി സാധനം, ചെറുതാണ്. അത് ഞാൻ തിന്നു കഴിഞ്ഞു, ഞാൻ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ കഴിച്ചത്. പിന്നെ കുറച്ച് നട്ട്സ് എനിക്ക് ഈ പിസ്ത ഇഷ്ടമല്ല കേട്ടോ. ഉമ്മ ലൈസ് ഉമ്മ എന്താ വെച്ചാലേ പാച്ച് കുറേ ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഉമ്മക്ക്. എൻ്റെ അനിയനെ കുറേ ലിസ്റ്റ് ഉമ്മക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേണം അമ്മ, ഈ മുട്ടായി വേണം, ആ മുട്ടായി വേണം എന്നുണ്ട് കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വരാമെന്ന് എടുത്ത് ഉമ്മക്ക് ടൈം കിട്ടിയില്ല വാങ്ങാൻ. അപ്പോൾ ഉമ്മ ആ ലൈസൊക്കെ ഉമ്മ അല്ലാണ്ട് എന്താണ് ട്രെയിൻ വാങ്ങിയാൽ തോന്നുന്നു. പിന്നെ ഉമ്മ വരുമ്പോൾ വെച്ച് ദുബായിതൊന്നുമല്ല, നാട്ടിലത്താണ്. എനിക്ക് മിക്സർ ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ജെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദുബായ് ജെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ദുബായ് ജെല്ലിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നാട്ടിൽ ജെല്ലിനെക്കാട്ടും കുറച്ച് വ്യത്യാസമുണ്ട് ദുബായ് ജെല്ല്. ജെല്ല് കുറേ ഉണ്ടായി, വേറെ കുറച്ച് പാക്കറ്റ് ഞാൻ കുറച്ചൊക്കെ കൊടുത്തു. പിന്നെ ബാക്കി ഞാനൊരു ബോക്സിലിട്ട് വെച്ചിട്ടാണ്. പിന്നെ ബബിൾ ഈസ് അവർ ഫേവറേറ്റ്. ലൈക്ക് നമ്മളവിടെ ബബിൾ ഇറങ്ങിയ ടൈമിൽ നമ്മളവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഉപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ബബിൾ കൊണ്ടുവരും എപ്പോഴും. കിൻഡറിൻ്റെ അപ്പൂൻ്റെ ഫേവറേറ്റാണ്, ഭയങ്കര ഇഷ്ടം അപ്പൂക്ക്. അപ്പം കിൻഡർ ടോബ്ലറോണ് എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോബ്ലറാണ്. എനിക്കെല്ലാതും ഇഷ്ടമാണ് കേട്ടോ, അക്ക അങ്ങനെയൊന്നുമില്ല. ദിസ് ഈസ് ഇൻഡോമി ഒരു എന്താ പറയുക, ഒരു വൈബ് സാധനം. മോസ്റ്റ് ഓഫ് ദം ഈറ്റിംഗ് മാഗി ആൻഡ് യപ്പി ഓൺലി. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇൻഡോമി കിട്ടും, ഇഷ്ടംപോലെ കിട്ടും കടയിൽ. ട്രൈ ചെയ്തോളാം, മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, എനിക്കല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എല്ലാം അടിപൊളി എന്ന് പറയുമ്പോൾ ചിലർക്ക് ആ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല. സോ എനിക്കിഷ്ടമാണ്. ഞങ്ങൾ മോസ്റ്റ്ലി നമ്മളൊരു അറൗണ്ട് എല്ലാവരും നോക്കുമ്പോൾ മോസ്റ്റ്ലി ഭയങ്കര ഇൻഡോമി ഭയങ്കര ഹൈപ്പ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മാഗിയാണ്. ദിസ് ഈസ് ഫ്ലൂട്ടും നമ്മളെല്ലാവരെയും ഭയങ്കര ഫേവറേറ്റാണ്. എന്താ പറയുക, എന്തോ ഫ്ലൂട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൂട്ട്, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അടുത്ത ബോക്സ് നോക്കട്ടെ. ദിസ് വൺ നാലങ്ങ മുട്ടായോ സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ ദ നെയിം ആക്ച്വലി, അറിയത്തില്ല അതിൻ്റെ പേരെന്താണെന്ന്. നാലങ്ങ മുട്ടായി എന്ന് അങ്ങനെ എന്തല്ലേ പറയാ. പിന്നെ ദിസ് വൺ ഇത് ഫുള്ളും ഉണ്ടായിരുന്നു, ഞാൻ ഇത്ര ആക്കി വ്യത്യാസം കൊണ്ട്. ഇന്ന് സൺഡേ ആണ്, സൺഡേ ആയതുകൊണ്ട്
സൺഡേ സാറ്റർഡേ ഞാൻ ഫുഡ് ഉണ്ടാക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നും, കുറേ ഫ്രൂട്ട്സ് തിന്നും, ഇങ്ങനത്തെ കുറേ സ്നാക്സ് തിന്നും. അമ്മ വന്നുകൊണ്ട് കുറേ സ്നാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വാങ്ങൂട്ടോ. ഞാൻ തന്നെ കുറേ പ്രിങ്കിൾസ് വാങ്ങി തിന്നും. പ്രിങ്കിൾസ് തീറ്റയാണ് എൻ്റെ മെയിൻ പരിപാടി. സോ ഇതെന്താ സാധനം ഞാൻ കാണിച്ചു തരാം. കോഴിവട ഈസ് ഫേമസ്. നമ്മുടെ നാട്ടിൽ ഫേമസ് സാധനമാണ് കോഴിവട. ഞങ്ങളുടെ നാട്ടിൽ തട്ടെ. അപ്പം ഞാനിത് ഫേമസ് ആണ്. ചിലർക്കൊന്നും അറിയത്തില്ല. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര, കാരണം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ബീഫ് ഫില്ലിങ്ങും വരും, അതേപോലെ ചിക്കൻ ഫില്ലിങ്ങും വരും. എൻ്റെ ഉപ്പാക്ക് ബീഫ് അത്ര കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മോസ്റ്റ്ലി ചിക്കൻ ഫില്ലിങ്ങാണ് ചെയ്യാറ്. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയോണ്ട് ഇത് ബീഫ് ഫില്ലിംഗ് ആണ്. മഹാരാഷ്ട്രയിൽ ബീഫ്. ദിസ് ഈസ്, ഇതിൻ്റെ പേരൊക്കെ അറിയത്തില്ല. വെട്ടപ്പല്ല, അലോണ നെയിം. ഭയങ്കര ടേസ്റ്റാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള സാധനം, പൊട്ടിച്ചാമ്പൽ അയക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ കല്യാണത്തിന് പോയിക്കഴിഞ്ഞാൽ ഫുള്ളും തിന്നോടെ ഇരിക്കും എപ്പോഴും. കഴിഞ്ഞിട്ടില്ല ഗൈസ്. പിന്നെ നമ്മളമ്മ ഇപ്പോൾ കുറേ ലഡു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ അത്തിപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. വാട്ടർമെലനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സീസണിൽ ഇവിടെ നിങ്ങൾക്ക് വാട്ടർമെലൻ കിട്ടി? നമ്മുടെ നാട്ടിൽ എപ്പോഴും വാട്ടർമെലൻ കിട്ടും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സീസണൊന്നും കാണുന്നില്ല. സോ പിന്നെ കുറേ ആപ്പിൾ, ഓറഞ്ച്, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ അരി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ അരി മീൻസ് നല്ലതാ, ബട്ട് കൺഫ്യൂസ്ഡാ. ഏതാണ് ചോറ് എന്നാണ് അരി, ഏതാണ് വേഗം വേവുന്നത്? അത് സംസാരിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ, കടയിൽ ആൾക്കൊണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ മോസ്റ്റ്ലി വരുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരാറുണ്ടായി. നമ്മൾ ട്രെയിൻ കയറി നിൽക്കുമ്പോഴൊന്ന് പിന്നെ ട്രെയിനിൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് ദൂരമാണ്, വല്ലാണ്ട് ദൂരമൊന്നുമില്ല. സോ അങ്ങനെയാണ്. അത്രയാണ് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാല കൊടുക്കുന്നുണ്ടായിരുന്നു, ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.